ഓക്കെ, താങ്ക് യു. എല്ലാ BLO-മാരെയും പോസ്റ്റിംഗ് ഓർഡർ ആയിട്ടുണ്ടോ? വാമനപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം പുതിയ ക്ലർക്കാണ്, ഒരാഴ്ചക്ക് മുന്നേ ജോയിൻ ചെയ്തേ ഉള്ളൂ. അപ്പോൾ പുതിയ വന്ന ക്ലർക്ക് ഒരു 20 പേരോളം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പുതിയ പോസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരെ നമുക്ക് വിളിച്ച് ജോയിൻ ചെയ്യിപ്പിക്കാനോ അവർക്ക് ട്രെയിനിങ് കൊടുക്കാനോ സാധിച്ചിട്ടില്ല. ഈ SIRന്റെ കുറെ പ്രോസസ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് വില്ലേജിലോട്ട് ആ ഡേറ്റ ക്ലർക്ക് ഷെയർ ചെയ്ത് തരാമെന്ന് എന്നോട് പറഞ്ഞിരുന്നത്. അത് ഷെയർ ചെയ്ത് ഇല്ല, തന്നിട്ടില്ല. നമുക്ക് കല്ലറ വില്ലേജിലെ ബൂത്ത് 50 BLO പോസ്റ്റിംഗ് ഓർഡർ ആരാണെന്ന് അറിഞ്ഞിട്ടില്ല. ഓക്കെ, അന്നേരം ആ പുതിയ ക്ലർക്ക് ഒരു 20 പേരോളം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവില് BLOമാരുടെ ലിസ്റ്റ് ഇന്ന് സൂപ്പർവൈസറൈസിന്റെ ഗ്രൂപ്പിനകത്ത് ഇട്ട് വന്നിട്ടുണ്ട്. നിലവിലുള്ള നമ്മൾ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള BLOസിന്റെ നെയിമും ഫോൺ നമ്പറും എല്ലാം ഇട്ട് തന്നിട്ടുണ്ട്. അതുകൂടാതെ ക്ലർക്ക് ഒരു 20 പേരോളം പുതിയതായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റ് ചെയ്തവരുടെ ഡേറ്റ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുമെന്നാണ് എന്നോട് ഇന്ന് ക്ലർക്ക് പറഞ്ഞത്. അപ്പോൾ അത് ഷെയർ ചെയ്ത് തരുമ്പോൾ അവിടുന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് അവരെ ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ, ജോയിൻ ചെയ്യുന്ന മുറയ്ക്ക് തന്നെ കളക്ടറേറ്റിലേക്ക് കോൺടാക്ട് ചെയ്താൽ ഉടനെ തന്നെ സൈറ്റിൽ ചേഞ്ച് ചെയ്ത് തരാം, BLO ചേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ. അണ്ടൂർകോളത്ത് ബൂത്ത് 13 ഒരു അംഗൻവാടി ടീച്ചറുണ്ട്, അവരെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയ BLO സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് അത് കണ്ടിട്ട് നമുക്ക് അത് നോക്കാം, അല്ലെങ്കിൽ അവർ തന്നെ തുടരേണ്ടി വരും. എന്തായാലും SIRന്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് പഴയ BLO അല്ലെങ്കിൽ പുതിയ പോസ്റ്റ് ചെയ്യാൻ BLO കിട്ടിയില്ലെങ്കിൽ പഴയ ഇതിന് തന്നെ തുടരേണ്ടി വരും. അത് കളക്ടർ സമ്മതിച്ചിട്ട്, കളക്ടർ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞായിരുന്നു, പുതിയ ആളിനെ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് SIR തുടങ്ങിയിട്ടുണ്ട്, ഇനിയിപ്പം നമുക്ക് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കാനും സമയമില്ല. അതുകൊണ്ട് കിട്ടിയില്ല എങ്കിൽ പഴയ ആൾ തന്നെ ആണ് BLO, അതിൽ പിന്നെ മാറ്റമൊന്നുമില്ല. ഓക്കെ. അതുപോലെ കീഴ്ത്തോന്നയ്ക്കൽ വില്ലേജില് ബൂത്ത് 39 ആദ്യം ഒരു അജ്മലിനെയാണ് പോസ്റ്റ് ചെയ്തിരുന്നത്. പിന്നെ അത് മാറ്റി നിഷാദ് TA എന്ന് പറഞ്ഞ ആളിനെ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പം പുള്ളി ഇന്ന് അവിടെ വന്നിട്ട് മാറാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തു എന്നാണ് പറഞ്ഞത്. എന്താണ് കാരണമെന്ന് അറിയില്ല. വിളിച്ചപ്പോൾ പുള്ളി മാത്രമാണ് ഇവിടെ കിട്ടാതെ ഉള്ളത് കീഴ്ത്തോന്നയ്ക്കൽ വില്ലേജില്. പുള്ളി വില്ലിംഗ് ആയിട്ട് വന്നാണ് പുള്ളിയെ പോസ്റ്റ് ചെയ്തത്. പുള്ളി താല്പര്യപൂർവ്വം വന്ന്, എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ ക്ലർക്ക് ആരായിരുന്നു, അപ്പം താല്പര്യപൂർവ്വം വന്നു, അങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്തത്. പിന്നെ പോയിട്ട് പറഞ്ഞു എനിക്ക് ആ ബൂത്തല്ല വേണ്ടത്, എന്നെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്ന് റിക്വസ്റ്റ് ആയിട്ട് വന്നു. അപ്പൊ അതിന്റെ സാഹചര്യം ഇപ്പം പോസ്റ്റ് ചെയ്ത പുള്ളിയാണ്, അപ്പം പുള്ളി തന്നെ ചെയ്യേണ്ടി വരും. നമുക്ക് പകരം ആളിനെ നോക്കുന്നവരെ പുള്ളി തന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം പുള്ളിയോട് പറയാമല്ലോ വന്ന് ജോയിൻ ചെയ്ത് കളക്ട് ചെയ്യാൻ. റിക്വസ്റ്റ് കൊടുത്ത് മാറേണ്ടി വരും. ഇല്ലെങ്കിൽ സാറ് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലിപ്പം പഴയതുപോലെ നമുക്ക് ഇടപെടലോ അങ്ങനെ ഒന്നും മാറ്റുകയോ ഒന്നും പറ്റത്തില്ല. ആദ്യം മാറ്റണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് ഓർഡറാക്കി തന്നാൽ മാത്രമേ ഇതിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിന്റെ ER മാറ്റം വരുത്താൻ പറ്റും, പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൽ മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ, അല്ലാതെ മാറ്റാൻ പറ്റില്ല. സാറേ, രണ്ട് ചെറിയ സംശയം കൂടി. നമ്മുടെ നേരത്തെ ചോദിച്ചതാണ്. നമ്മുടെ ഉഴമലയ്ക്കൽ വില്ലേജിൽ ആൾറെഡി 3 പേര് അംഗനവാടി വർക്കേഴ്സ് BLOമാരായി തുടരുന്നു. അപ്പോൾ അതിൽ അവർ പറയുന്നത് ഞങ്ങളത് ചെയ്യാം, പക്ഷെ ഞങ്ങൾ വീണ്ടും ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്താൽ ഞങ്ങളെ മാറ്റുമോ, അതോ ഞങ്ങൾക്ക് മിനിമം ഒരു 6 മാസമെങ്കിലും കിട്ടുമോ എന്നൊരു സംശയം ചോദിക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, ഇപ്പൊ സെക്രട്ടേറിയറ്റ് പോലെ ബയോമെട്രിക് പഞ്ചിങ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ രാവിലെയും വൈകുന്നേരം നമ്മൾ ഓഫീസ് ടൈമിന് മുമ്പും അതുപോലെ ഓഫീസ് ടൈമിന് പിമ്പും ഒക്കെ വരാൻ പറ്റുന്നുള്ളൂ. അതിന്റെ ഇടയ്ക്ക് അവർക്കൊരു പെർമിഷൻ കിട്ടുന്നില്ല വരാൻ വേണ്ടിയിട്ട്, ഈ ബൂത്ത് പട്ടികകളെടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ആദ്യത്തെ കേസ് നമ്മൾ മാറ്റില്ലല്ലോ, അരീക്കരെ മാറ്റില്ല സാറേ, അംഗനവാടി ടീച്ചറെ തന്നെ തുടരാം. കാരണം വെച്ചാൽ കളക്ടർ വ്യക്തമായി പറഞ്ഞു മീറ്റിംഗിൽ, ആദ്യമേ നമ്മളടുത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അരുവിക്കര ERO, വാഹനത്തിന്റെ ERO ഒന്നും പറഞ്ഞിട്ടില്ല. അരുവിക്കര EROയുടെ കേസിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോ ഒരു മാറ്റം വേണ്ട. നിലവിൽ അംഗനവാടി ടീച്ചർ അവര് കേപ്പബിൾ ആണെങ്കിൽ, അതായത് ഇത് കുറച്ച് കടുപ്പമുള്ള വർക്കുകളാണ് എല്ലാം ഇനി വരുന്നത്, ടെക്നിക്കലി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അവര് ചെയ്യാൻ കേപ്പബിൾ ആണെങ്കിൽ അവര് കണ്ടിന്യൂ ചെയ്യാം, തുടരാം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവരെ തുടരാം. വേറെ ഒരു റീസണും ഇല്ലെങ്കിൽ അവരെ മാറ്റില്ല. എന്തെങ്കിലും ചെയ്യില്ല അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ട് എങ്കിൽ നമ്മൾ മാറ്റും, അല്ലാത്ത പക്ഷം വേറെ അംഗനവാടി ടീച്ചർമാരെ മാറ്റുന്നതല്ല. അരിക്കൽ കേസിൽ വാമനപുരം കഴക്കൂട്ടം കേസുകൾ, വാമനം കഴക്കൂട്ടത്തിലെയും BLO സൂപ്പർവൈസർമാരിലുണ്ട്.
അപ്പൊ അതിന്റെ ERO അങ്ങനെ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടില്ല, മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത് അംഗൻവാടി ടീച്ചർമാരെ. വാമനപുരത്ത് കഴക്കൂട്ടത്തും സ്ഥിതി എന്ന് വെച്ചാൽ കുറെ അധികം അംഗൻവാടി ടീച്ചർമാർ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സിറ്റുവേഷൻ ഉള്ളത്. കാരണം വെച്ചാൽ ആ സമയത്ത് ക്ലർക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി, HRMS ട്രാൻസ്ഫർ ആയിപ്പോയി, കുറെ ബ്രാക്ക് വന്നു. പുതിയ ക്ലർക്കിനെ പോസ്റ്റ് ചെയ്തപ്പോൾ അത് ലേഡി ആയിരുന്നു, അത് മാറുന്നതിന് വേണ്ടി റിക്വസ്റ്റ് കൊടുത്തു, അങ്ങനെ കുറച്ച് ബ്രാക്ക് വന്നു. അപ്പൊ അതിൽ ഒരു വാമനപുരത്തൊരു ബ്രേക്ക് വന്നിട്ടുണ്ട്. അത് കാരണം വാമനപുരത്ത് ഇപ്പോഴും കുറെ അധികം അംഗൻവാടി ടീച്ചർമാർ തുടരുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഒരു 20 പേരെ കൂടെ ഇപ്പോൾ പോസ്റ്റ് ചെയ്ത് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. എന്തായാലും അവർ ക്ലിയർ ചെയ്ത് അടുത്ത ദിവസം തന്നെ ഗ്രൂപ്പിൽ ഇട്ട് തരും അതിന്റെ ഒരു വിഷയം. അതായത് ഈ പഞ്ചിങ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓഫീസുകളിലെ അപ്പൊ അവർക്ക് ഇടയ്ക്ക് ഒരു മണിക്കൂർ പെർമിഷൻ എടുത്ത് വരാൻ പറ്റുന്നില്ല. തിരിച്ച് 30 കിലോമീറ്റർ 40 കിലോമീറ്റർ തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ വന്നിട്ടേ. അപ്പൊ ഒന്നുകിൽ അവർക്ക് രാവിലെ വരാൻ പറ്റും, അല്ലെങ്കിൽ വൈകുന്നേരം നേരത്തെ ഇറങ്ങാൻ പറ്റും. അപ്പോഴവർക്ക് അങ്ങനെ ഒരു ഗ്രേസ് ടൈം നഷ്ടപ്പെടുന്നതിന്റെ ഒരു ആശങ്ക പറയുന്നുണ്ട്. ചിലയിടത്തൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. അല്ല, നമുക്ക് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് സ്പാർക്കിൽ അപ്ലോഡ് ചെയ്താൽ ആ ദിവസം ഡ്യൂട്ടി ആയിട്ട് കിട്ടുമല്ലോ. ഇതിപ്പം കളക്ടർ അത് നമ്മൾ ഈ രണ്ട് ദിവസമല്ല സാറേ ചോദിക്കുന്നത്, അല്ലാതെ ഒരു പട്ടിക എടുക്കാൻ ഇടയ്ക്കൊക്കെ നമ്മൾ വിളിക്കുമല്ലോ, അങ്ങനെയുള്ള ദിവസങ്ങളുടെ കാര്യമാണ് സംശയം. പട്ടിക എടുക്കുന്ന അത് ചോദിക്കാം, നമ്മൾ കളക്ടറിൽ ചോദിച്ചാലേ അറിയാത്തുള്ളൂ ഇങ്ങനെയുള്ള വിഷയത്തില്. അത് കളക്ടറേറ്റ് ചോദിക്കാം. ഗ്യാസ് ടൈം വരുന്ന കേസുകളിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോ അതില്ലെങ്കിൽ എനിക്കൊന്ന് ഹാഫ് ഡേ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ അവര് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇത്രയും ദൂരം വന്ന് അവരെടുത്ത് പോകുമ്പോൾ ഹാഫ് ഡേ ഒരു ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് കൊടുക്കാം, ഡ്യൂട്ടി ആയിട്ട് കണക്കാക്കാമെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അതായത് EROമാര് സാറിന് അടുത്ത് ചോദിച്ചിട്ട് വേണമെങ്കിൽ പറയാം. EROമാർക്ക് അതിൽ ഡിസിഷൻ എടുക്കാം. സാറിന് അടുത്ത് ചോദിച്ചിട്ട് ഞാൻ പറയാം. സാറിന്ന് ലീവാണ്. ഇനി ആർക്കും സംശയം, വേറെ സംശയം വല്ലതും ഉണ്ടോ? സംശയമില്ലെങ്കിൽ നമുക്ക് മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കിയെല്ലാം ഗ്രൂപ്പുകളൊന്ന് ശ്രദ്ധിച്ചോളാം. ഗ്രൂപ്പിൽ ബാക്കി നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്ത്